വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 ബ്രെഡ്, 2 എഗ്ഗ്, അല്പം ഉപ്പ്, അല്പം കുരുമുളക് പൊടി, അതുപോലെ അല്പം മയോണൈസ്, അല്പം പുതിന ചട്നി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് ഒരല്പം ഉപ്പ് ചേർത്തൊന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ 2 ഓംലെറ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഓംലെറ്റിലേക്കാണ് 2 ബ്രെഡും 2 എഗ്ഗും ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റേത് തയ്യാറാക്കാനായിട്ട് വേറെ ബ്രെഡും അതുപോലെ എഗ്ഗും വേറെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടായ ഒരു തവയ്ക്കകത്തേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സാധാരണ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ, ഓയിലാണെങ്കിൽ ഓയിൽ, അത് എടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കലക്കി വെച്ചിട്ടുള്ള ആ കോഴിമുട്ട അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 പീസ് ബ്രെഡും വെച്ച് കൊടുക്കുക. ഇനി ഒരല്പം കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിത് സ്പ്രെഡ് ചെയ്യാണ്ട് ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രെഡിൻ്റെ മുകളിൽ ആയിട്ട് അല്പം മയോണൈസ് ചേർത്ത് കൊടുക്കാം. മറ്റേ ബ്രെഡിൻ്റെ മുകളിൽ അല്പം പുതിന ചട്നിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ മതിയെങ്കിൽ 1 സ്പൂൺ മതി. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതിനെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം, 2 ഭാഗത്തു നിന്നും. ഇനി ഇത് ഒന്ന് 2 വശവും ഒരുമിച്ച് ചേർത്തൊന്ന് ലോക്കാക്കി എടുക്കാം. ഇനി ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അധികം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരെണ്ണം കൂടെ കാണിക്കാം. ഇതിനകത്ത് ഞാൻ കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, അവർക്ക് എരിവൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ എഗ്ഗ് കലക്കിയെടുക്കുന്നതിന് ഞാനിപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് മാത്രമല്ലാതെ നിങ്ങൾക്ക് അതിനകത്തേക്ക് പിന്നെ വെജിറ്റബിൾസോ അതല്ലെങ്കിൽ ഓണിയനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്നത്, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചട്നിയും അതുപോലെ മയോണൈസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലോക്കാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു മീഡിയം ലോ സ്പീഡിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അടിവശം എഗ്ഗിൻ്റെ. അപ്പം കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പം കരിയാതെ തന്നെ മാക്സിമം ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ ആ എഗ്ഗിനകത്ത് പറ്റി പിടിച്ച് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ 2 ഓംലെറ്റ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഇനി ടിഫിൻ റെസിപ്പി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒന്ന് കഴിക്കാനുള്ള എളുപ്പത്തിന് നമുക്കൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നൈഫോ അതല്ലെങ്കിൽ പിസ്സ കട്ടറോ അതല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് നമ്മൾ ചട്ടുകത്തിൻ്റെ ഭാഗം കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്യാം. നൈഫിനേക്കാളും അതുപോലെ പിസ്സ കട്ടറിനേക്കാളും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ അതൊരു 9 പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാനോ വളരെ ഈസിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കെച്ചപ്പോ അതുപോലെ തന്നെ ഇനി താല്പര്യമുള്ളവരാണെങ്കിൽ പുതിന ചട്നി തന്നെ ഒന്ന് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.